ആദർശ് പറയൂ, മീരയുടെ ഏത് സ്വഭാവ താങ്കൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്? അങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാ. ആദർശ് തുറന്നു പറയാത്ത സ്ഥിതിക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കുക. ആദർശ് ഈ ഡിവോഴ്സ് ആഗ്രഹിക്കുന്നത് മീരയുടെ മോറൽ സൈഡ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. മീര നല്ല കുട്ടിയാ. ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും ഉള്ള നല്ലൊരു ഭാര്യ തന്നെയാണ് മീര. പിന്നെന്തിനാ ആദർശ് പിരിയുന്നത്? ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. നമ്മളൊക്കെ മനുഷ്യരല്ലേ, 100% പെർഫെക്റ്റ് ആയിരിക്കില്ലല്ലോ. സ്നേഹം കൊണ്ട് ആ ചെറിയ ചെറിയ കുറവുകൾ മറക്കുകയല്ലേ വേണ്ടത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മീരയ്ക്ക് ഈ ഡിവോഴ്സിന് യാതൊരു താല്പര്യവും ഇല്ല. എന്നിട്ടും ഈ കുട്ടി ഇതിന് തയ്യാറാവുന്നത് താങ്കളോടുള്ള സ്നേഹം കൊണ്ടാ. ആദർശനും മീരയോട് അതേ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് മോശമായിട്ട് ഒരഭിപ്രായം പോലും ആദർശ് മീരയെക്കുറിച്ച് പറയാത്തത്. പരസ്പരം ബഹുമാനവും സ്നേഹവും നിങ്ങൾക്കുള്ളിലുള്ള സ്ഥിതിക്ക് ഈ വേർപിരിയൽ വേണോന്ന് ഒന്നുകൂടി ആലോചിക്കുന്നതല്ലേ നല്ലത്. ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. മീരയ്ക്കും എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങളുടെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും വ്യക്തമായ അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് ആ രീതിയിൽ തന്നെ കോടതിയിൽ ഞാൻ അവതരിപ്പിക്കാം. ബാക്കി കോടതി തീരുമാനിക്കട്ടെ. താങ്ക് യു. താങ്ക് യു മാഡം. ഓ, അങ്ങനെയാണോ? അതിപ്പോ കഷ്ടമായല്ലോ. ഞാൻ കരുതിയത് ഇന്ന് തന്നെ ഡിവോഴ്സ് കിട്ടൂന്നാ. ആ വാർത്ത നേരിൽ കേൾക്കാലോ എന്ന് വിചാരിച്ചാ ഞാൻ വിളിച്ചത്. എന്നാ ശരി. എന്താണ് മുഖത്തൊരു സങ്കടം? തനിക്ക് സന്തോഷിക്കാനുള്ള സമയല്ലേ? താൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്നെ കുത്തി പറഞ്ഞതാന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിന്റെ ഒരു തീരുമാനം ഇന്നുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ആദർശിനെ വിളിച്ചത്. പക്ഷെ രക്ഷയില്ല. അതെന്താ, ഡിവോഴ്സ് കേസ് തള്ളിപ്പോയോ? ഓ അയ്യടാ, അങ്ങനെ അങ്ങ് സന്തോഷിക്കണ്ട. ഈ കേസ് അങ്ങനെ തള്ളിപ്പോവില്ല. ഡിവോഴ്സ് കിട്ടുക തന്നെ ചെയ്യും. ഇന്നവരേതോ കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ട് തിരിച്ചു വിട്ടുന്ന ആദർശ് പറഞ്ഞത്. പിന്നെ താൻ എന്താടോ കരുതിയത്? ഓടിച്ചെന്ന് പറഞ്ഞ ഡിവോഴ്സ് കിട്ടുമെന്നോ? എന്താ തന്നാല്? ആദർശിന് മീരെ വേണ്ട. അവളുടെ കൂടെ ജീവിക്കാൻ താല്പര്യവും ഇല്ല. പിരിയുന്നതിനോട് മീരയ്ക്ക് ഒരു എതിർപ്പുമില്ല. പിന്നെ കോടതിക്കും ജഡ്ജിക്കും ആണ് പ്രശ്നം. ഓരോന്നിനും അതിൻ്റെതായ രീതികളുണ്ട്. തന്നോട് ഞാൻ മുന്നേ പറഞ്ഞതാ. എനിക്ക് തോന്നുന്നതേ ആ മീര ജഡ്ജിയെ കണ്ട് ഡിവോഴ്സിന് സമ്മതമല്ലാന്ന് പറഞ്ഞാണ്. എടോ, തനിക്കെന്താ വട്ടാണോ? അങ്ങനെയൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അല്ല, മീര ആയതുകൊണ്ട് എനിക്ക് ഈ സംശയം. അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ആദർശിനെ പറ്റിക്കാൻ അവന്റെ മുമ്പില് എല്ലാ ആദർശേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്യ് എന്ന് അഭിനയിച്ചിട്ട് രഹസ്യമായി തന്നെ താനേ സ്വഭാവം ഇറക്കി കാണും. കരഞ്ഞു കാണിച്ചും പാവമായിട്ട് അഭിനയിച്ചും ആൾക്കാരെ മയക്കാൻ അവൾക്ക് നന്നായിട്ട് അറിയാം. എന്റെ അഭി, നേഴ്സറി പഠിക്കുന്ന കുട്ടികളുടെ വിവരം പോലും തനിക്കില്ലല്ലോ. താൻ എന്തിനാ പഠിച്ച് ഡിഗ്രി എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയുന്നത് ശരിയാ. എനിക്ക് യാതൊരു വിവരവും ഇല്ല.
പിന്നെ മീരയെ പോലെ അഭിനയിക്കാനോ അറിയില്ല. നിങ്ങളുടെയൊക്കെ മുന്നില് എല്ലാം തികഞ്ഞ ഒരാളല്ലേ ഉള്ളൂ, മീര. ഓ, എന്ത് പറഞ്ഞാലും അതിനെല്ലാം താനെന്തിനാ മീരയെ കുറിച്ച് സംസാരിക്കുന്നത്? ആ കുട്ടിയെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കല്ലേ? ഒഴിവാക്കാൻ നോക്കിയാലും കടിച്ചു തൂങ്ങി നിൽക്കുവല്ലേ. ഏതായാലും കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയല്ലോ, അത് തന്നെ ഭാഗ്യം. ഇനി അവള് എന്നേക്കുമായി ആദർശിന്റെ ലൈഫിൽ നിന്ന് പോയി എന്നുള്ള വാർത്ത കൂടി കേൾക്കണം. ആ ദിവസം ഞാൻ പായസം വെച്ച് ആഘോഷിക്കും. എടോ, തന്നോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. സ്വന്തം അനുജന്റെ ജീവിതം നശിക്കുന്നത് കണ്ട് ആഘോഷിക്കുന്ന ഒരു ചേച്ചി. അതിന് കാരണോ പാവപ്പെട്ട ഒരു പെൺകുട്ടിയോട് തോന്നിയ കുശുമ്പ്. ദേ മനുഷ്യ, ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ നാശത്തിനോട് ഒരു കുശുമ്പും ഇല്ലെന്ന്. എനിക്ക് കുശുമ്പ് തോന്നണെങ്കിലേ അതിനൊരു യോഗ്യത വേണം, അതും അവൾക്കില്ല. താനൊരു കാര്യം ഓർത്തു അബി, ഇപ്പൊ മീരയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഓടി നടക്കുന്ന ആദർശില്ലേ, ഒരിക്കൽ അതോർത്ത് ദുഃഖിക്കും. അന്ന് ചെയ്തതെല്ലാം തെറ്റായി പോയെന്ന് പറഞ്ഞ് മീരയുടെ മുമ്പിൽ പൊട്ടിക്കരയും. ഓ പിന്നെ, അതിന് എന്റെ അനുജന്റെ പേര് ആദർശ് എന്നാണ്, അല്ലാതെ വിഘ്നേഷ് എന്നല്ല. ഈ വീട്ടിലെ ജോലിക്കാരിയാകാൻ പോലും അർഹതയില്ലാത്തവളെ ഓർത്ത് ആദർശ് കരയൂന്ന്. സത്യം പറഞ്ഞ കുശുമ്പ് നിങ്ങൾക്കല്ലേ, അതുകൊണ്ടല്ലേ അവന്റെ ജീവിതം നശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. താൻ പറയുന്നത് കേട്ടിട്ടേ എനിക്ക് യാതൊരു ദേഷ്യം തോന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? തനിക്ക് വിവരമില്ല. തലയ്ക്ക് സുഖമില്ലാത്ത ഒരാള് ബോധമില്ലാതെ എന്തെങ്കിലും പറയുന്നതിനെ പ്രതികരിക്കാൻ നിൽക്കണ്ടല്ലോ. എന്താ നിങ്ങൾ പറഞ്ഞത്? എനിക്ക് ഭ്രാന്താന്നല്ലേ? ആ പറഞ്ഞതിന്റെ അർത്ഥം അതല്ലേ? തനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ ഞാൻ തർക്കിക്കുന്നില്ല. ശരിയാ, എനിക്ക് ഭ്രാന്താ. അതുകൊണ്ടാണല്ലോ നിങ്ങളെപ്പോലെ ഒരു നന്ദിയില്ലാത്തവനെ ഇപ്പോഴും എന്റെ കൂടെ നിർത്തിയിരിക്കുന്നത്. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ പണ്ടേക്ക് പണ്ട് നിങ്ങളെ ഡിവോഴ്സ് ചെയ്തേനെ. എന്തിനാ മടിക്കുന്നത്? ചെയ്യാൻ പാടില്ലായിരുന്നോ? അതാണല്ലോ നിങ്ങൾ ആങ്ങളെയും പെങ്ങളുടെയും ശീലം. കൊണ്ടു നടന്ന് മതിയായെന്ന് തോന്നുമ്പോ കാരണം ഉണ്ടാക്കി ഡിവോഴ്സ് ചെയ്തങ്ങ് ഒഴിവാക്കും. കുറച്ചുനാൾ മുമ്പ് വരെ എന്റെ അനുജത്തി നല്ലൊരു ജീവിതം നഷ്ടപ്പെടുത്തിയല്ലോ എന്നോർത്ത് എന്റെ മനസ്സിലൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആദർശിനെ വിവാഹം കഴിക്കാതെ ഓടിപ്പോയതേ വിസ്മയുടെ ഭാഗ്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. പണം ഉണ്ടായതുകൊണ്ട് മാത്രം എല്ലാം ആയില്ല, അത് നീ ഓർത്തോ? ഹരിയേട്ടൻ എന്തായി ആലോചിക്കുന്നേ? ഞാൻ മീരയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാനുമായും കുട്ടികളില്ലാതെ വിഷമിച്ച് എത്രയോ ആശുപത്രികളിലും അമ്പലങ്ങളിലും കയറി ഇറങ്ങി. ഒടുവിലൊരു അത്ഭുതം പോലെയാ മായ പ്രഗ്നന്റ് ആവുന്നതും മീരയെ ഞങ്ങൾക്ക് കിട്ടുന്നതും. പക്ഷെ ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുക്കാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാ മീരയ്ക്ക് ജനറ്റിക് ഡിസോർഡർ ഉണ്ടെന്ന് ഡോക്ടർ അറിയിച്ചത്. പിന്നെ കുറേ വർഷങ്ങൾ അതാരെ അറിയിക്കാതെ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നു. ഒരു ദിവസം മായ അത് അറിഞ്ഞതോടെ അവൾ പാനിക്കാവാൻ തുടങ്ങി. പിന്നെ സംഭവിച്ചത് തനിക്കറിയാമല്ലോ. ഒരുപക്ഷെ അന്ന് ഹരിയേട്ടൻ മീരയുടെ അസുഖത്തിന്റെ കാര്യം മായയെ അറിയിച്ചിരുന്നെങ്കിൽ മായയ്ക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയേനെ. ചിലപ്പോ താൻ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷെ അന്ന് മായയോട് ആ കാര്യം പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഒരുപാട് നാൾ കുട്ടികളില്ലാതെ വേദനിച്ച് നടന്നിട്ട് ഒടുവിൽ ഈശ്വരൻ ഒരു കുഞ്ഞിനെ തന്നിട്ട് അത് അസുഖമുള്ള കുട്ടിയാണെന്ന് അറിഞ്ഞാൽ ചിലപ്പോ മായ അത് താങ്ങില്ലെന്ന് എനിക്ക് തോന്നി. പിന്നെ അവളുടെ അപ്പോഴത്തെ സന്തോഷം തള്ളിക്കെടുത്താനും മനസ്സനുവദിച്ചില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് വിധിയുള്ളപ്പോ നമ്മൾ അങ്ങനെയൊക്കെ ആ സമയത്ത് പ്രവർത്തിക്കൂ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞുപോയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചെയ്തു വെച്ച ഏതെങ്കിലും ഒരു കാര്യം
മറ്റൊരു രീതിയിലായിരുന്നു ചെയ്തിരുന്നെങ്കിലോ? ഒരു സ്ഥലത്തെത്താൻ അല്പം വൈകിയിരുന്നെങ്കിലോ? നമ്മുടെ ജീവിതം ആകെ മാറിപ്പോയെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിന് പല ഉദാഹരണങ്ങളും പല രീതിയിലും ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാവും. അത് പിന്നെ അങ്ങനെയാണല്ലോ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഭാവിയിൽ അത് എന്തിനൊക്കെ കാരണമാവുമെന്ന് ആ സമയത്ത് നമുക്ക് അറിയാൻ നിർവാഹമില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയോ അപകടങ്ങളിൽ നിന്ന് മനുഷ്യര് രക്ഷപ്പെട്ടേനെ. ഈ ലോകത്തിന്റെ കൃത്യമായ നടത്തിപ്പിന് ആരും ആവശ്യത്തിൽ കൂടുതലൊന്നും അറിയാനോ മനസ്സിലാക്കാനോ പാടില്ലെന്ന് പ്രകൃതിക്ക് നിർബന്ധമുണ്ട്. നമുക്ക് ആവശ്യമുള്ള അറിവുകൾ മാത്രമേ പ്രകൃതി നമുക്ക് തരൂ. അതുകൊണ്ട് നമ്മൾ ജീവിക്കണം. ഇതൊക്കെ ഇപ്പൊ ഇരുന്ന് ആലോചിക്കാൻ കാരണം എന്താ? മീര അന്ന് ദേവ ബിൽഡേഴ്സിലെ ഇന്റർവ്യൂവിനും ചെല്ലുമ്പോൾ മാധവി മാഡം അവിടെ ഇല്ലായിരുന്നെങ്കിൽ, മീരയും മാഡം അന്ന് ലൈവായിട്ട് വീഡിയോ വാളിൽ കണ്ടില്ലായിരുന്നെങ്കിൽ, മഹാദേവൻ മീരമ്മക്ക് ജോലി കൊടുക്കാതെ പറഞ്ഞയച്ചേനെ. അങ്ങനെ അന്ന് സംഭവിച്ചിരുന്നുവെങ്കിൽ ആദർശമായിട്ടുള്ള വിവാഹമോ ഇപ്പോഴത്തെ ഡിവോഴ്സിന്റെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പം നമ്മൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം? എന്നാലും മീനമ്മക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബീന, ഹരിയേട്ടാ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലല്ലോ ജീവിതം. അതിലൊരുപാട് സംഭവങ്ങള് അപ്രതീക്ഷിതമായിട്ടുണ്ടാവും. ഇതൊക്കെ എത്രയോ പ്രാവശ്യം ഹരിയേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിരിക്കുന്നു. പക്ഷെ മീരയുടെ കാര്യത്തില് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മനസ്സിലുണ്ട്. ഇവിടെ നമ്മൾ നിസ്സഹായരാ ഹരിയേട്ടാ. ഇത് മീരയുടെയും ആദർശിന്റെയും ജീവിതം. ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് മാത്രമേ അർഹതയുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം പുറത്തു നിന്ന് അഭിപ്രായം പറയാം. അത്ര മാത്രമേ ചെയ്യാൻ പറ്റൂ. അതെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുതെന്ന് ഹരിയേട്ടനാ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് ഞാനിപ്പോ തിരിച്ചു പറയാ. വെറുതെ മനസ്സ് വിഷമിപ്പിച്ച് അസുഖങ്ങൾ വരുത്തി വെക്കരുത്. മീര തിരിച്ചിവിടെ വന്നിരിക്കുക. അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ നമ്മളേ ഉള്ളൂ. അവളുടെ ജീവിതം ഒന്ന് കരകയറും വരെ നമ്മൾ കൂടെ ഉണ്ടാവുകയും വേണം. ശരിയാണ്. പക്ഷേ മനസ്സിലെ സങ്കടങ്ങളും ചിന്തകളും നമ്മളോട് അനുവാദം ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. എല്ലാം അനുഭവിക്കാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? മീര ബിൽഡേഴ്സ് എന്ന കമ്പനി ഇനിയില്ല. പഴയതുപോലെ ഇനി ദേവ ബിൽഡേഴ്സ് മാത്രം. അങ്ങനെ അതും ഒരു തീരുമാനമായി. അതിന് ഇതെല്ലാം നീ തന്നെ ചെയ്തു വെച്ചല്ലേ അബി? ആവശ്യമില്ലാത്ത വാശിയും വഴക്കും കൊണ്ട് കമ്പനിക്ക് എത്ര രൂപയുടെ നഷ്ടവും ചീത്തപ്പേരും. അത് നീ ഉണ്ടാക്കിയതാ, ഓർത്തു നോക്ക്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞത് കഴിഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് ആരും മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. അതെ, ആദർശി പറഞ്ഞതാ ശരി. മനുഷ്യര് ഓരോ സാഹചര്യത്തില് ഓരോ രീതിയിൽ പെരുമാറും. അതിനൊക്കെ കാലങ്ങൾ കഴിഞ്ഞ് അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നതിലും പറയുന്നതിലും അർത്ഥമൊന്നുമില്ല. കൊള്ളാം അബി, ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് നിനക്ക് നിന്നെ ന്യായീകരിക്കാൻ നന്നായിട്ടറിയാം. ആന്റി അങ്ങനെ പറയരുത്. മതി, നിങ്ങളൊന്ന് നിർത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇത് സംസാരിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല. സാറ് പറഞ്ഞതാ ശരി. കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. ശരി, സമ്മതിച്ചു. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മീര ബിൽഡേഴ്സ് എന്ന കമ്പനി നിയമപരമായി ഇല്ലാതാക്കിയെന്ന് നിങ്ങൾ പറയുമ്പോ അതിലൊരു പാർട്ണറായിരുന്ന മീരയുടെ ബാധ്യതകൾ അവസാനിപ്പിച്ചോ?
അതിന് കമ്പനിക്ക് മീരയോട് എന്ത് ബാധ്യതയാ ഉള്ളത്? അവള് വെറും പേപ്പർ പാർട്ണർ മാത്രമാ, അല്ലാതെ കമ്പനിയിലേക്ക് അവള് ക്യാപിറ്റൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ആന്റി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. അഭി പറഞ്ഞത് ശരിയല്ല. മീരയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ ഈ കാര്യം ഇങ്ങനൊന്നും അവസാനിപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. കോടികളുടെ കോമ്പൻസേഷൻ ചോദിച്ച് അവൾ കേസിന് പോയേനെ. പക്ഷേ മീരയുടെ ക്യാരക്ടർ അതല്ല. നിങ്ങളുടെ ഒരു തീരുമാനത്തെയും എതിർക്കാനോ ചോദ്യം ചെയ്യാനോ മീര വന്നില്ല. എല്ലാത്തിനും അനുവാദം നൽകി. പക്ഷേ അതൊരവസരമായി കണ്ട് മീരയെ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല. നിയമപരമായി മീരയ്ക്ക് കൊടുക്കേണ്ട തുക കൊടുക്കുക തന്നെ ചെയ്യണം. അമ്മേ, ആന്റി വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കുക. മീര ഇതുവരെ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് നമ്മളായിട്ട് വെറുതെ പണം കൊടുക്കേണ്ട കാര്യമില്ല. മീര ചോദിക്കുന്നില്ല എന്നുള്ളത് ശരിയാ. പക്ഷെ ചേച്ചി പറഞ്ഞതുപോലെ കൊടുക്കേണ്ടത് നമ്മുടെ കടമയാ. പക്ഷേ ഇതിലൊരു തീരുമാനം പറയേണ്ടത് ആദർശ. ഞാൻ ആന്റി പറഞ്ഞതിനെ എതിർത്ത് സംസാരിക്കുകയല്ല. പക്ഷേ അഭി പറഞ്ഞാലും കാര്യമുണ്ട്. കമ്പനി ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിലായിരുന്നെങ്കിലും മീര കമ്പനിയിലേക്ക് ക്യാപിറ്റലൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് മീരയ്ക്ക് ആ രീതിയിൽ പണം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കമ്പനിക്ക് വേണ്ടി മീര കഷ്ടപ്പെട്ടതും നഷ്ടത്തിലേക്ക് പോയ കമ്പനിയെ ലാഭത്തിലേക്ക് കൊണ്ടുവന്നതും നീ സൗകര്യപൂർവ്വം മറന്നു ആദർശേ? അന്നൊന്നും മീരയ്ക്ക് നീ ശമ്പളം കൊടുക്കുന്നില്ലായിരുന്നല്ലോ. സ്വന്തം കമ്പനിയായി കരുതി നഷ്ടങ്ങൾ നികത്താൻ പെടാപ്പാട് പെടുകയല്ലായിരുന്നോ മീര? ശരിയാണ്. ആരുടെയും കഷ്ടപ്പാടുകളെ വില കുറച്ച് കാണരുത്. മീരയ്ക്കൊരു വീതം കമ്പനിയുടെ പേരിൽ നൽകണമെന്ന എന്റെ അഭിപ്രായം. ശരിയല്ലേ വക്കീലേ? നിയമപരമായി നമ്മളത് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിലൊക്കെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയല്ലേ. കുടുംബത്തിനുള്ളിൽ നിന്നുള്ള കാര്യങ്ങളാവുമ്പോൾ നിയമത്തിന് മുമ്പിൽ പലതും വെറും ബോധിപ്പിക്കൽ മാത്രമാവും. അതെ, അത് സത്യമാണ്. മീര ഇപ്പൊ ഈ കുടുംബത്തിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയില്ലായിരുന്നു. ഇപ്പൊ ഇത് കുടുംബത്തിന് പുറത്തുള്ള കാര്യം കൂടിയാ. ഈ വീട്ടിലെ ആരോടും മീര ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ ഇവിടെയുള്ള എല്ലാവരും മീരയോട് അനീതി മാത്രമേ കാട്ടിയിട്ടുള്ളൂ. ഇനി അതിന് കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും. അതിനെ ആരും എതിർത്തിട്ട് ഒരു കാര്യവുമില്ല. സ്വന്തം കുടുംബത്തിൽ തന്നെ സ്നേഹവും ആത്മാർത്ഥതയും ഇല്ലാത്തവരുണ്ടായാ എന്ത് ചെയ്യാൻ പറ്റും? അഭി, ആന്റി പറയുന്നതിലും കാര്യമുണ്ട്. അമ്മയ്ക്ക് അത് തന്നെയാണല്ലോ താല്പര്യം. നമ്മളായിട്ട് ഇനി എതിർക്കണ്ട. എത്രയാ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തിയിട്ട് മീരയ്ക്കത് കൊടുത്തോളൂ. അത് വക്കീലിനെ തന്നെ ഏൽപ്പിച്ചാൽ മതി. എല്ലാം ലീഗലായിട്ട് നടക്കട്ടെ.